ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ നിർദ്ദേശം നൽകണമെന്ന ഹർജിയിൽ ഇടപെടാതെ ഹൈക്കോടതി. പ്രശ്നപരിഹാരത്തിന് കമ്മിറ്റി രൂപീകരിച്ചെന്ന് സർക്കാർ 3 മാസത്തിനകം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. സർക്കാർ നിലപാട് രേഖപ്പെടുത്തിയാണ് ഹൈക്കോടതിയുടെ നടപടി. വീണ്ടും രേഷ്മ ബാബുവിലേക്ക് പോവുകയാണ്. രേഷ്മ, ആശാവർക്കർമാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ സമരം നടത്തുകയാണ്. ഇപ്പോൾ അനിശ്ചിതകാല നിരാഹാര സമരത്തിലാണ്. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ നിർദ്ദേശം നൽകണം എന്ന ഹർജി ആണ് കോടതിയുടെ പരിഗണനയിലെത്തിയത്. പക്ഷേ ഇപ്പോൾ കോടതി ആ വിഷയത്തിൽ ഇടപെടാതെ മാറി നിൽക്കുകയാണ്. എന്താണ് കാരണം? എന്താണ് വിശദാംശങ്ങൾ രേഷ്മ? രേഷ്മ, കേൾക്കാമോ? ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ നിർദ്ദേശം നൽകണമെന്ന ഹർജിയിൽ ഇടപെടാതെ ഹൈക്കോടതി. പ്രശ്നപരിഹാരത്തിന് കമ്മിറ്റി രൂപീകരിച്ചു എന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. 3 മാസത്തിനകം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ നിലപാട് രേഖപ്പെടുത്തിയ കോടതി ഒത്തുതീർപ്പ് നിർദ്ദേശത്തിൽ ഇടപെട്ടില്ല, ആ ഹർജിയിൽ ഇടപെട്ടില്ല എന്നാണ് അറിയുന്നത്. രേഷ്മ, അങ്ങനെ ഇടപെടാതിരിക്കാനുള്ള കാരണം എന്താണ്? സർക്കാരിൻ്റെ വിശദീകരണം തൃപ്തികരമായതുകൊണ്ടാണോ ഹൈക്കോടതി ഇതിലൊരു തീരുമാനമെടുക്കാതെ മാറി നിൽക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? ആശാവർക്കർമാരുടെ സമരം അത് ഒത്തുതീർപ്പാക്കാനായിട്ട് ഹൈക്കോടതി സർക്കാർ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു പൊതുതാൽപര്യ ഹർജി. ഈ ഹർജി പരിഗണിച്ച സമയത്ത് സംസ്ഥാന സർക്കാർ നിലപാടായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളത് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. 3 മാസത്തിനകം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കും. ഇതടക്കമുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു എന്നുള്ള ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഈ നിലപാട് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഈ ഒത്തുതീർപ്പാക്കണമെന്നുള്ള അല്ലെങ്കിൽ അതിന് നിർദ്ദേശം നൽകണമെന്നുള്ള ഹർജി ഇടപെടാതെ അതിന്റെ തുടർ നടപടികൾ അവസാനിപ്പിച്ചത്. എന്തായാലും നിലവിൽ സർക്കാർ അറിയിച്ചിട്ടുള്ളത് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ളതായിരുന്നു. ഈ തൊഴിൽ ചൂഷണമടക്കമുള്ള വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഹർജി എത്തിയത്. പക്ഷേ ആ ഒരു ഹർജിയിലെ വാദങ്ങളിലേക്കൊന്നും കടക്കാൻ ഹൈക്കോടതി തയ്യാറായില്ല. പകരം സംസ്ഥാന സർക്കാർ നിലപാട് പറഞ്ഞത് അല്ലെങ്കിൽ വ്യക്തമാക്കിയ നിലപാട് അത് രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലത്തേക്ക് ഈ ഹർജിയിൽ ഇടപെടാതെ അതിന്റെ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ നിർദ്ദേശം നൽകണമെന്ന ഹർജിയിൽ ഹൈക്കോടതി ഇടപെട്ടില്ല. സർക്കാരിൻ്റെ നിലപാട് അറിഞ്ഞ ശേഷമാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നത്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.